ഹലോ, ഓഫീസ് കഴിഞ്ഞ് വീട്ടിലെത്തിയ പാടെ ഞാൻ നേരെ കിച്ചണക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ബറാത്തിന്റെ നോമ്പായതിനെ കൊണ്ട് എന്തൊക്കെയോ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഐറ്റത്തിന്റെ പേരും കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നോമ്പുതൽ കഴിഞ്ഞ പാടത്തിന് ഓരോന്നിനും ടേസ്റ്റ് നോക്കും. പിന്നെ ഈ ഒരു ഐറ്റം ഉണ്ടായിരുന്നു, നമ്മൾ പുകാടാന്നൊക്കെ പറയില്ല, ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു സംഭവം. അതുപോലത്തെ ഒരു സംഭവമൊക്കെ തന്നെയാണിത്. ബട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇറച്ചിയായിട്ട് ഉണ്ടാവില്ലേ, അതിൻ്റെ ഉള്ളിലത്തെ ഒരു ഫില്ലിങ്സ് തന്നെ സെയിം തന്നെ ആ ഒരു ടേസ്റ്റിനാണ് ഇതിനുള്ളത്. ചിക്കനും തേങ്ങ കാര്യങ്ങളൊക്കെ എല്ലാം പാടിട്ട് നല്ല നൈസാക്കി ഗ്രൈൻഡ് ചെയ്തെടുത്താണെന്ന് തോന്നുന്നുണ്ട്. ഇനി ഒരു കുറച്ചൊരു സ്പൈസിയാണ്, അടിപൊളിയായിരുന്നു. പിന്നെ നൈസ് പത്തിരി ഉണ്ടായിരുന്നു, അതിലേക്ക് കറി വന്നിട്ടുള്ളത് വറുത്തരച്ച ചിക്കൻ കറി ആയിരുന്നു. ഓഫ്, നല്ല ടേസ്റ്റി ആയിരുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു ടേബിൾ ഷീറ്റ് ശ്രദ്ധിക്കുന്നത്. ഒരു വിന്റേജ് തീം ഉണ്ടല്ലോ, അതിലൊരു വേർഡ് കണ്ടോ, ബോൺ അപ്പാറ്റി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മീനിങ് എനിക്ക് അറിഞ്ഞൂടേനു, അറിയാത്തത് കണ്ടെത്താനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. സോ ഞാൻ പെട്ടെന്ന് സെർച്ച് ചെയ്തു. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് മറ്റൊരാൾക്ക് ആ ഭക്ഷണം ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫ്രഞ്ച് പ്രയോഗമാണ്. ഇതിന്റെ പ്രൊനൗൺസ് വരുന്നത് ബോൺ അപ്പാറ്റി. അവസാനത്തെ ടി സൈലന്റ് ആണ്. ചുരുക്കി പറഞ്ഞ എൻജോയ് യുവർ മീൽ എന്ന അർത്ഥത്തിൽ സാധാരണയായി ഉപയോഗിക്കുന്നു. ബാക്കി ഡീറ്റെയിൽ മീനിങ് ആണെങ്കിൽ നിങ്ങൾ അങ്ങ് നോക്കിക്കാളി, ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. എന്താ കാടമുട്ട അങ്ങനെ ബോയിൽഡ് ചെയ്തതിന് ശേഷം ഫ്രൈ ആക്കി എടുക്കില്ല, മസാലൊക്കെ തേച്ചിട്ട്. ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഫാത്തിമാന്റെ കുഞ്ഞിക്കൈ ഉണ്ട്, ഓളും കൂടെ ഉണ്ട്. ഞങ്ങൾ ബിസ്മിൻ ചെല്ലി സെറ്റ് അടിച്ചിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ഐറ്റം ഉണ്ടല്ലോ, അതാണിത്. ടേസ്റ്റ് കൊണ്ട് പിന്നെയും കഴിക്കാൻ ഇങ്ങനെ തോന്നുമ്പോൾ എന്താ കഴിക്കാൻ. പിന്നെ ഈ ഒരു ഐറ്റത്തിന്റെ ഉള്ളിൽ ചിക്കൻ മസാല ഫില്ലിങ്സ് ആയിരുന്നു. ഒരു ഇറച്ചിപ്പത്തിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ വരുന്നത്. പേരൊന്നും അറിയില്ലെങ്കിലും ഐറ്റംസ് ഒക്കെ സൂപ്പർ ആയി. വലിയ ബ്രദറിന്റെ വൈഫ് ഉണ്ടാക്കിയതിനെ കൊണ്ട് ഇത് കുറ്റാട്ടി സ്റ്റൈലാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം ഒരു പിന്നെ അത് കണ്ടില്ലേ, പൊരിച്ചുപത്രി പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. നൈസ് പത്രി ഉണ്ടായിരുന്നു. അതിന് 1 2 3 4 5 അതെടുത്തു. അപ്പൊ ശരി, നല്ല ഫുഡ് കഴിക്കാൻ തുടങ്ങട്ടെ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.